അമ്മ എന്നോട് ഈ വിവരം പറയുന്നത്. ഇത് കേട്ട ഉടനെ ഞാൻ എൻ്റെ മുറിയിൽ പോയി എൻ്റെ ഡയറി എടുത്ത് നോക്കിയപ്പോൾ അമ്മ എന്നോട് പറയുന്നതിൻ്റെ തലേ ദിവസം സെമ്പോറിയൻ പിതാവ് കേരളം വിട്ട് പഞ്ചാബിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അന്ന് ഇനി സെമിനാരിയിൽ പോകണം, അച്ഛനാകണം, എനിക്ക് കിട്ടിയ ദൈവവിളി നശിക്കരുത് എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നത് കൊണ്ട് താൽക്കാലികമായിട്ട് തൃശ്ശൂർ രൂപതയിലേക്ക് കയറാനായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിന് ഒരാശയം വരാൻ കാരണം ജലന്ധർ രൂപതയിൽ അന്ന് മൈനർ സെമിനാരി ഇല്ല. അതുകൊണ്ട് മാനന്തവാടി, തൃശ്ശൂർ, ലക്നൗ ഈ 3 മൈനർ സെമിനാരികളിലാണ് ബ്രദേഴ്സ് പോയി പഠിച്ചിരുന്നത്. അപ്പോൾ തൃശ്ശൂരും ബ്രദേഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ 3 കൊല്ലം പഠിച്ചിട്ട് ആ ബ്രദേഴ്സിൻ്റെ കൂടെ ജലന്ധറിലോട്ട് വീണ്ടും പോകാൻ പറ്റും എന്നുള്ള ഒരു ആശയത്തോടു കൂടി ഞാൻ താൽക്കാലികമായിട്ട് തൃശ്ശൂർ രൂപതയിൽ ചേരുന്ന സമയത്ത് ഞാൻ ഇതൊന്നും അധികാരികളോട് പറഞ്ഞിരുന്നില്ല. ഇതെൻ്റെ ഒരു ആശയമായിരുന്നു. തൃശ്ശൂർ രൂപതയിൽ ചേർന്നതിന് ശേഷം 3-ാം വർഷമായപ്പോൾ ഞാൻ റക്ടറച്ചനോട് പറഞ്ഞു. മാനാടൻ അച്ഛനായിരുന്നു, റവറൻ ഡോക്ടർ ജോർജ് മാനാടൻ ആയിരുന്നു എൻ്റെ റക്ടർ. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കിതാണ്: അന്ന് ജലന്ധറിലേക്ക് പോകാൻ മാതാപിതാക്കളുടെ തടസ്സമായിരുന്നെങ്കിൽ ഇന്ന് നിന്നെ മിഷന് വേണ്ടി പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ സമ്മതം കൂടിയേ തീരൂ. അതുകൊണ്ട് അവരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം മാതാപിതാക്കളിൽ നിന്ന് അനുവാദം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. കാത്തലിക് യൂണിയൻ്റെ ചെയർമാനൊക്കെ ആയിട്ട് കുണ്ടോളം പിതാവിൻ്റെ വലതുകരം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എൻ്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഞാൻ തൃശ്ശൂർ രൂപതയിൽ ചേരുന്നതും അവിടെ ഒരു വൈദികനായിട്ട് കാണുന്നതും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹം. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ജലന്ധറിൽ പോകാൻ ഇനി എന്താണ് മാർഗം? ജലന്ധർ രൂപതയിൽ ഞാൻ അച്ഛനാകണം. ആ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ പറയുകയാണ് ജലന്ധർ രൂപതയിലേക്ക് പോകണ്ട, തൃശ്ശൂർ രൂപതയിലേക്ക് പഠിച്ച അച്ഛനായ മതി എന്ന് കട്ടായം പറയുകയാണെങ്കിൽ ആ തീരുമാനം ഞാൻ സ്വീകരിക്കുമെന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചു. അങ്ങനെ ആഫ്റ്റർനൂൺ ക്ലാസ്സിലായിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദർ മൈനർ സെമിനാരിയിലേക്ക് വരുന്നത് ഇതിൻ്റെ തീരുമാനം പറയാനായിട്ട്. അപ്പം ഞാൻ മനസ്സിൽ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ അപ്പം പറയുകയാണ് ജലന്ധർ രൂപതയ്ക്ക് പോകണ്ട, തൃശ്ശൂർ രൂപതയ്ക്ക് മതി എന്ന് പറഞ്ഞാൽ അതായിരിക്കാം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വിചാരിച്ച് ഞാനത് സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ഉണ്ടായ അത്ഭുതം നോക്ക്. അതുവരെ ജലന്ധർ രൂപതയ്ക്ക് പോകാൻ ഒരിക്കലും സമ്മതമില്ലാതിരുന്ന എൻ്റെ അപ്പൻ അന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അവസാനം നീ എന്താ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു, നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ ആയിക്കോ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് പലപ്പോഴും പേടിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്ന്, പക്ഷെ ദൈവത്തിന് നമ്മളത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമായിട്ട് വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഈ പിടിവാശിയിലിരിക്കും. അവസാനം എല്ലാം കുഴപ്പത്തിൽ ചെന്ന് ചേരുകയും ചെയ്യും. അതേസമയം നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി കഴിയുമ്പോൾ അത് ദൈവത്തിന് സമർപ്പിച്ചിട്ട് പറയുക, ദൈവമേ ഇനി നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്താലേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഭയങ്കര ഒരു വർഷമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒത്തിരി നിങ്ങളോട് പറയുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുന്നത് ഇതാണ്: എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥിതിയിൽ ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലിരുന്നിട്ടായിരിക്കാം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ ആശുപത്രിയിലായിരിക്കാം, അതല്ലെങ്കിൽ യാത്രക്കിടയിലായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴായിരിക്കും ആകസ്മികമായിട്ട് ഇത് കാണാൻ ഇടവന്നത്. നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിഷമമുണ്ടായിരിക്കാം. ദൈവം അതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരിക്കാം. അത് ദൈവത്തിന് ഇപ്പോൾ തന്നെ സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അപ്പസ്തോല പ്രവർത്തനത്തിലെ 16-ാം അധ്യായം അതിലെ 31-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യം പറയുന്നു. അവർ പറഞ്ഞു, അപ്പോൾ 30-ാമത്തെ വാക്യം പറയുന്നു, അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കാൻ. അപ്പോൾ നമുക്ക് പല സ്ഥിതികളിൽ നിന്ന് രക്ഷ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ രോഗത്തിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ ദാരിദ്ര്യത്തിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ കുടുംബ വഴക്കിൽ നിന്നായിരിക്കാം. ഏതിൽ നിന്നാണ് നമുക്ക് രക്ഷ കിട്ടേണ്ടത്? അപ്പസ്തോലന്മാർ കൊടുക്കുന്ന ഒരു മറുപടി ഇതാണ്. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഇതാണ് ഏറ്റവും വലിയ കാര്യം. യേശുവിൽ വിശ്വസിക്കുക.
യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം യേശുവിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ മരുമകള് നിങ്ങളെ നോക്കുന്നില്ലായിരിക്കാം, നിങ്ങളെ ബഹുമാനിക്കുന്നില്ലായിരിക്കാം, നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരിക്കാം. ദൈവത്തിന് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതിനങ്ങ് വിട്ടുകൊടുക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മാനപ്പൻ, ഭർത്താവിൻ്റെ വീട്ടുകാര്, അതല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാര്, അതല്ലെങ്കിൽ സുഹൃത്തുക്കള്, അയൽവാസികള്, അവരുടെയൊക്കെ പെരുമാറ്റങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിൽ പറയുക, ഇത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് പറയുക. അപ്പം അതാണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അപ്പം എന്തുണ്ടാകും? നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ നാം നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ മാത്രമല്ല, വിശ്വസിക്കുന്നത് ഞാനാണ്. പക്ഷെ അനുഗ്രഹം കിട്ടുന്നതോ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കുമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് ഇതാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ എന്ന വ്യക്തി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും കൂടിയായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ സമയത്ത് ഇരുന്ന് ഉള്ളുരുകി നിങ്ങളുടെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് വേറെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഇതാണ്, താൽക്കാലികമായിട്ട് അതൊക്കെ മറക്കുക. എന്നിട്ട് സ്വയമായിട്ട് യേശുവിന് വിട്ടുകൊടുക്കുക. എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഈ സമയത്ത് ഞാൻ എന്താണോ അനുഭവിക്കുന്നത്, സന്തോഷമായാലും ദുഃഖമായാലും എന്തു തന്നെയായാലും അത് ദൈവത്തിൻ്റെ തന്നെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുക, മനസ്സാ സ്വീകരിക്കുക. എന്നിട്ട് ദൈവത്തോട് പറയുക, ദൈവമേ നിൻ്റെ ഇഷ്ടം പോലെ, മാതാവിനെ പോലെ നിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് പറയുക, പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. ഇതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നീയും നിൻ്റെ കുടുംബവും. നീ എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, ഒരു വ്യക്തിയാണ്. നിങ്ങൾ എന്നല്ല പറഞ്ഞ്, നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും എന്നല്ല അപ്പോസ്തലന്മാർ പറയുന്നത്. നീ വിശ്വസിക്കുക, നീ എന്ന വ്യക്തിയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നീ എന്ന വ്യക്തി അത് സ്വീകരിക്കുക, യേശുവിൽ വിശ്വസിക്കുക. യേശുവാണ് എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്ന് വിശ്വസിക്കുക. എന്നിട്ട് ദൈവത്തിന് യേശുവിൻ്റെ കരങ്ങളിലേക്കെല്ലാം വിട്ടുകൊടുക്കുക. അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? നിന്റെ കുടുംബം രക്ഷപ്പെടും, നീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും രക്ഷപ്പെടും. അങ്ങനെ യേശുവിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് നമ്മളോട്ട് മുന്നോട്ട് പോകുമ്പോൾ യേശു തന്നെ നമുക്ക് തരുന്ന ഒരു ആശ്വാസ വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാവുന്ന ഒരു വാക്യമാണ്. 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദുഃഖമില്ലാതിരിക്കില്ല എന്നില്ല, രോഗങ്ങൾ വരാതിരിക്കില്ല എന്നില്ല, മരണങ്ങൾ നടക്കില്ല എന്നില്ല. പക്ഷേ ആ സമയത്ത് നാം യേശുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മെ ആശ്വസിപ്പിക്കുന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. അതല്ലാതെ നീ കുരിശ് വഹിച്ചോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ യേശു. അപ്പോൾ യേശു നമ്മുടെ കൂടെയുണ്ട്. യേശുവിനോട് അടുത്ത് തന്നെ നമ്മളായിരിക്കുക. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ കുരിശ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, ഭാരം വഹിക്കുമ്പോൾ, തളർന്നു പോകുമ്പോൾ, തകരുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. ആ സമയത്ത് മാത്രം പോകണ്ടല്ലോ, നമ്മൾ എപ്പോഴും യേശുവിൻ്റെ കൂടെ ആയിരുന്നാലോ? അതാണ് ഏറ്റവും നല്ലത്. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം യേശുവിനെ വിളിക്കാൻ നോക്കണ്ട, എല്ലായ്പ്പോഴും യേശുവിൻ്റെ അടുത്ത്. അപ്പോൾ യേശുവുമായിട്ടുള്ളൊരു താതാത്മ്യം, ഒരു വ്യക്തിബന്ധം നമ്മൾ സ്ഥാപിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ ആ കൃപ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കിട്ടും. ആയതിനാലാണ് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. അവിടെ പറയുന്നത് 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ
എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പം ഞാൻ ആരായിരിക്കണം? ഞാൻ ആണായിരിക്കണമോ പെണ്ണായിരിക്കണമോ? ഞാൻ കേരളത്തിൽ ജനിക്കണമോ തമിഴ്നാട്ടിൽ ജനിക്കണമോ? ഞാൻ മുളയ്ക്കൽ കുടുംബത്തിൽ ജനിക്കണമോ അതോ വേറെ ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കണമോ? എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണം? ഞാൻ ഏത് സ്കൂളിൽ പഠിക്കണം? ഞാൻ ഏത് വഴിയിലൂടെ നടക്കണം? ഇതൊന്നും തിരഞ്ഞെടുക്കുന്നത് ഞാനല്ല. യേശു പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുക. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ദൈവം നമുക്ക് തരുന്നത് നാം സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ദൈവം എന്തൊക്കെയാണ് നമുക്ക് തരുന്നത് അത് നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാകും. അല്ലെങ്കിലോ 70 വയസ്സ് വരെ ജീവിച്ചാലും തോന്നും എൻ്റെ ജീവിതം വ്യർത്ഥമായി, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു നിരാശാബോധമായിരിക്കും. അതേസമയം സംഭവിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് വിശ്വസിച്ച് സ്വീകരിക്കുന്നവന് അവൻ്റെ ജീവിതത്തിൽ നല്ല നല്ല ഫലങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് യേശു പറയുകയാണ്, തന്മൂലം അതായത് നീ വിശ്വസിക്കുന്നു ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത് എന്ന്, ഞാനാണ് നിന്നെ അയക്കുന്നത്, ഞാൻ നിന്നോട് പറയുന്നു ഫലം പുറപ്പെടുവിക്കുവാൻ. ഇതൊക്കെ നീ വിശ്വസിക്കുകയാണെങ്കിൽ യേശു പറയുന്നു, തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അപ്പോൾ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു രഹസ്യം കൂടെ ഇവിടെ വെളിപ്പെടുകയാണ്. എന്താണ് രഹസ്യം? ആദ്യം നമ്മൾ ദൈവം പറയുന്നത് ചെയ്യാം, പിന്നെ നമ്മൾ പറയുന്നത് ദൈവം ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം. അപ്പോൾ ആദ്യം വേണ്ടത് ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ജീവിക്കുക. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ വചനം നമുക്ക് ദൈവം ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് എന്തും, ഇന്നത് ചോദിക്കണമെന്നൊന്നും അവിടെ ലിമിറ്റില്ല, എന്തും നിങ്ങൾ ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകുമെന്ന ഈ വചനത്തിൽ വിശ്വസിക്കുക. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ആയതിനാൽ എല്ലാവരും ഈ സമയത്ത് കൈകൾ കൂപ്പി മനസ്സിൽ ദൈവത്തെ ഓർക്കുക. ഈ കുരിശിൽ കാണുന്ന യേശു പിതാവിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഇത് തന്നെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ യേശു, കുരിശ് സ്വീകരിച്ച യേശു, നമ്മുടെ രക്ഷകനായ യേശു, ഈ കുരിശിലോട്ട് നോക്കുക. യേശു ഈ കുരിശ് സ്വീകരിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സ്വീകരിക്കുവാനുള്ള ശക്തി യേശു തന്നെ നമുക്ക് തരും. ഈ കുരിശിനേക്കാൾ, ഈ കുരിശു മരണത്തെക്കാൾ വലിയ ദുരന്തമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. അപ്പോൾ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ച ഈ യേശുവാണ് നമുക്ക് ശക്തി തരാൻ പോകുന്നത്. ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കൊണ്ടുവരിക. യേശു നിങ്ങൾ അനുഗ്രഹിക്കാൻ പോവുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു നിങ്ങൾ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. കൈകൾ കൂപ്പിക്കൊണ്ട് മനസ്സിൽ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രാർത്ഥനയുണ്ടോ ആ പ്രാർത്ഥന യേശു സ്വീകരിക്കട്ടെ എന്നാണ് ഞാൻ ഈ ശ്ലൈഹിക ആശീർവാദത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നേരത്തെ പറഞ്ഞ ആ വചനം, നിങ്ങൾ ചോദിക്കുന്നത് എന്തും എൻ്റെ പിതാവ് നിങ്ങൾക്ക് നൽകുമെന്ന ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക. യേശു നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന മാതാവ് ഈ സമയത്ത് നിങ്ങളോടൊത്തുണ്ട്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, മറക്കരുത്. കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ യേശു നിങ്ങളെ ആശീർവദിക്കാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.